വിശുദ്ധ യൗസേ പിതാവിന്റെ എളിമ. എളിമ സകല സുഹൃത്തുക്കളുടെയും അടിസ്ഥാനമാണ്. ദൈവത്തെയും നമ്മെ തന്നെയും യഥാർത്ഥമായി അറിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന മനോഭാവമാണ് എളിമ. ആദി മാതാപിതാക്കന്മാരുടെയും മറ്റു പലരുടെയും അഹങ്കാരം അവരുടെ നാശത്തിന് കാരണമായി. അതിന് പരിഹാരം അർപ്പിക്കുവാൻ ദൈവകുമാരൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അവതീർണനായി. അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരിക്കെ ദൈവപിതാവിനോട് തുല്യനാണെന്ന് കരുതുന്നത് ഒരു അപഹരണമായി പരിഗണിച്ചില്ല. പ്രത്യുത തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ വേഷം സ്വീകരിച്ച് ശൂന്യനാക്കി തീർത്ത് മരണം വരെ, സ്ലീവാ മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു. ക്രിസ്തുവിന്റെ അഗാധമായ എളിമയിലുള്ള ഒരു ഭാഗഭാഗിത്വമാണ് ക്രിസ്തീയമായ എളിമ. മാർ യൗസേപ്പ് ഈശോയിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും എളിമ പഠിച്ച് അത് പ്രാവർത്തികമാക്കി. ദൈവകുമാരന്റെ വളർത്തുപിതാവ്, പരിശുദ്ധ ജനനിയുടെ വിരക്ത ഭർത്താവ്, ദാവീദ് രാജവംശജൻ എന്നിങ്ങനെ അതുല്യമായ സ്ഥാനമഹിമകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും വിശുദ്ധ യൗസേപ്പ് മഹനീയമായ എളിമയുടെ മാതൃകയായിരുന്നു. നസ്രത്തിലെ വിനീതമായ ജീവിതം, ദരിദ്രമായ അവസ്ഥ എന്നിവ യൗസേപ്പ് പിതാവിന്റെ എളിമയുടെ പ്രതിഫലനമാണ്. കൂടാതെ അദ്ദേഹം തച്ചന്റെ ജോലിയാണ് ചെയ്തിരുന്നത്. അന്നത്തെ സാമൂഹ്യമായ ചിന്താഗതിയിൽ ഏറ്റവും വിനീതമായ തൊഴിലായിരുന്നു അത്. എന്നാൽ ഒരു തൊഴിലാളിയുടെ ജീവിതത്തിലും മാർ യൗസേപ്പ് സംതൃപ്തനായിരുന്നു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നുള്ള ഈശോ മിശിഹായുടെ പ്രബോധനം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അസാധാരണമായ കൃത്യങ്ങളോ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക പ്രവർത്തനങ്ങളോ ഒന്നും വിശുദ്ധ യൗസേപ്പ് ചെയ്തിട്ടില്ല. തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നുള്ള ദിവ്യഗുരുവിന്റെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മഹത്വത്തിന്റെ നിദാനം അദ്ദേഹത്തിന്റെ എളിമയായിരുന്നുവെന്ന്. പരിത്രാണം ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ മനോഭാവം എളിമയായിരിക്കണം. എളിമ സത്യവും നീതിയുമാണ്. നമുക്കുള്ളതെല്ലാം ഇല്ലെന്ന് പറയണമെന്നില്ല, ഇല്ലാത്തത് ഉണ്ടെന്നും പറയരുത്. നമുക്കുള്ള വസ്തുക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് അംഗീകരിക്കുക. സമ്പത്തോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യമോ ബുദ്ധിശക്തിയോ നമുക്കുണ്ടെങ്കിൽ അത് ദൈവിക ദാനമാണെന്ന് അംഗീകരിക്കുക. അഹങ്കാരി ദൈവത്തിന് നൽകേണ്ട മഹത്വം തന്നിൽ തന്നെ ആരോപിക്കുന്നു. വിനയാനുതൻ ദൈവത്തിന് തന്നെ മഹത്വം നൽകുന്നു. പരിശുദ്ധ കന്യകയോടുകൂടി നമുക്ക് പറയാം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.